ആത്മബന്ധു, സുപ്രഭാതം. ഈ പ്രഭാതം ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ദിവസം. ഈ ദിവസത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുൻപ് ഒരു നിമിഷം നമുക്കൊന്ന് ശ്വസിക്കാം. ഇത് വെറുമൊരു ദിവസമല്ല, പവിത്രമായ വിശേഷമായ ഒരു ക്ഷണമാണ്. എല്ലാം പുതുതായി ആരംഭിക്കാനുള്ള ക്ഷണം. ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം ചിലപ്പോൾ ഭാരമുള്ളതായിരുന്നിരിക്കാം. ചിലപ്പോഴൊക്കെ ആശയക്കുഴപ്പം വന്നിട്ടുണ്ടാവാം. എവിടേക്കോ നിങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടാവാം. ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുമായി ഉറങ്ങേണ്ടി വന്നിട്ടുമുണ്ടാകാം. എന്നാൽ ഈ സൂര്യോദയം ഇന്നലകളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ളതല്ല. സൂര്യൻ ഉദിക്കുന്നത് പോലെ നമുക്കും ഉദിച്ചുയരാം. സൗമ്യമായ ഈ ഉദിച്ചുയരൽ, ഈ പ്രഭാതത്തിന്റെ ശക്തി, പ്രഭാതത്തിന്റെ ആദ്യ വെളിച്ചത്തിൽ തീർച്ചയായും എന്തോ ദിവ്യമായത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. പ്രഭാതമെത്തുമ്പോൾ അതുവരെ നിശബ്ദമായിരുന്ന ലോകം എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. പക്ഷികൾ അവരുടെ ആദ്യ സംഭാഷണം ആരംഭിക്കുകയാണ്. ഇവിടെ ഒന്ന് ചെവിയോർത്താൽ നമുക്ക് നമ്മുടെ ആത്മാവിനെ കേൾക്കാം. ഈ ദിവസം എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്ന് ശാന്തമായി നമുക്കൊന്ന് ചിന്തിക്കാം. വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ടാകാം. ലക്ഷ്യത്തിലേക്കുള്ള വഴി ദുർഘടമായിരിക്കാം. പക്ഷേ അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുമ്പോഴും സൗമ്യമായി നമുക്ക് നമ്മളോട് ചോദിക്കാം, ഈ ദിവസം എങ്ങനെ ആയിരിക്കാനാണ് നീ ആഗ്രഹിക്കുന്നത്? ഇന്ന് ഈ ദിവസത്തിൽ നിനക്ക് എന്താഗ്രഹമാണുള്ളത്? സ്വയം ചോദിക്കാം. സമാധാനമാണോ വേണ്ടത്? ശക്തിയാണോ? ശ്രദ്ധയാണോ? അതോ കൃതജ്ഞതയോ? നമ്മുടെ തന്നെ മനസ്സിനെ ഒന്ന് നോക്കുക. നമ്മളുടെ തന്നെ ആ അകത്തെ അവസ്ഥ, അതിനെ ഒന്ന് കാണുക. മെല്ലെ മെല്ലെ ആ അവസ്ഥയും ആ ചിന്തകളും സമാധാനപരമാകുമ്പോൾ, ശക്തിയുള്ളതാകുമ്പോൾ, ശ്രദ്ധയുള്ളതാകുമ്പോൾ, കൃതജ്ഞതയുള്ളതാകുമ്പോൾ നമ്മുടെ ലോകവും സാവധാനം മാറും. ഈ ജീവിതത്തിൽ നമ്മൾ പിന്നിലല്ല എന്നറിയുക, മുന്നിൽ തന്നെയാണ്. ചിലപ്പോൾ ചെറിയ വൈകലുകൾ, ചില നഷ്ടപ്പെടലുകൾ, അവസരങ്ങളില്ലാതെ അകലുകൾ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതിനുമപ്പുറത്ത് ഈ സൂര്യൻ ഉദിച്ചുയർന്നില്ലേ? അതുപോലെ തന്നെ നമുക്കുമുണ്ട് ഉദയം. ഓരോന്നും അതിൻ്റെ സമയത്ത് ഉദിക്കുക തന്നെ ചെയ്യും. മറ്റൊരു സന്തോഷവുമായി വേറൊരു സന്തോഷത്തെ താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഓരോ സന്തോഷത്തിനും ഓരോ സ്വഭാവമല്ലേ? അതുകൊണ്ട് തന്നെ ഭയമില്ലാതെ, ആശങ്കകളൊന്നുമില്ലാതെ ഈ ദിവസത്തെ, ഇന്നത്തെ പ്രഭാതത്തെ സാവധാനം വരവേൽക്കാം. എന്നിട്ട് നമുക്ക് നമ്മളോട് തന്നെ പറയാം, ഇന്നലകളുടെ ഭയത്തെ, ഇന്നലകളുടെ ആശങ്കകളെ, ഇന്നലകളുടെ സംഘർഷത്തെ ഞാൻ ഈ ദിവസത്തിലേക്ക് കൊണ്ടുവരികയില്ല. കാരണം ഈ ദിവസം എനിക്ക് പുതിയതാണ്. ഒരു നദി പോലെ ഞാൻ ഒഴുകുകയാണ്. നദിക്ക് കല്ലിനോട് പോരാടണമെന്ന് തോന്നുന്നില്ലല്ലോ. അതുപോലെ എനിക്കും ഒന്നിനോടും പോരാടാൻ തോന്നുന്നില്ല. പക്ഷേ ശക്തിയോടുകൂടി ചലിക്കാനാണ് തോന്നുന്നത്. പരിഭ്രാന്തിയില്ലാതെ, നിർബന്ധങ്ങളില്ലാതെ, തകർന്നു വീഴാതെ ഞാൻ ഒഴുകും. ക്ഷമയോടെ, മനോഹരമായി, ആത്മവിശ്വാസത്തോടെ ഞാൻ ഒഴുകും എന്ന് എനിക്കെന്നോട് പറയാൻ പറ്റിയാൽ, നമുക്ക് നമ്മളോട് പറയാൻ പറ്റിയാൽ, നമുക്കുള്ളിലെ ആ ഒഴുക്ക് നമ്മളെ തന്നെ രൂപപ്പെടുത്തും.
നമുക്ക് നമ്മളോട് തന്നെ ദയയോട് സംസാരിക്കാൻ പറ്റും. ലോകം നിങ്ങളോട് സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങൾ തന്നെ നിങ്ങളോട് സംസാരിക്കുക. അതിനാണ് പ്രഭാതം. എനിക്കെന്ത് കഴിയുമോ അത് ചെയ്യുക. എൻ്റെ സമാധാനത്തിന് എന്ത് ചെയ്യാനാകുമോ അത് ചെയ്യുക. എന്തിൽ നിന്നും സമാധാനവും സൗമ്യതയും മാത്രം തിരഞ്ഞെടുക്കുക. എൻ്റെ ശ്വാസകോശത്തിൽ ഈ ശ്വാസം ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം, ഈ ഉദയസൂര്യൻ ഇങ്ങനെ ഉദിച്ചുയരുന്നിടത്തോളം കാലം, മുറ്റത്തെ ആ വലിയ മരം എനിക്ക് തണലേകുന്നിടത്തോളം കാലം കൃതജ്ഞതയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ ഒരു തരം ഭീഷണിയിലുമല്ല. ഞാൻ ജീവനോടെയുണ്ട് എന്നത് തന്നെ ഏറ്റവും വലിയ അവസരവും ഏറ്റവും വലിയ ആത്മവിശ്വാസവുമാണ്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഊർജത്തെ സംരക്ഷിക്കുക. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉടൻ തന്നെ കണ്ടെത്തേണ്ടതില്ല. പക്ഷേ പരിഹാരമുണ്ട് എന്ന് ഉറപ്പിക്കുക. പ്രഭാതത്തെ നോക്കി നന്നായി നിവർന്നൊന്ന് നിൽക്കുക. ശ്വസിക്കുക. ഒന്നിനോടും പ്രതികരിക്കേണ്ട. പകരം ഉത്തരങ്ങൾ നൽകുക. വ്യക്തമായ ഉത്തരങ്ങൾ. നിശബ്ദത ഏറ്റവും വലിയ ശക്തിയാണ് എന്നറിയുക. നമ്മളിവിടെ നിൽക്കുന്നു എന്നുള്ളത്, നമ്മുടെ നിലനിൽപ്പ് ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളത്, എൻ്റെ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ ഇവിടെയുണ്ട് എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് എന്നറിയുക. എൻ്റെ ഈ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ ഇവിടെ ഉണ്ടാക്കിയതിന് പിന്നിൽ മറ്റു പല തീരുമാനങ്ങളുമുണ്ട് എന്നറിയുക. ആർക്കൊക്കെയോ എൻ്റെ സഹായം വേണം. ആർക്കൊക്കെയോ എന്തിനൊക്കെയോ എന്നെ ആവശ്യമുണ്ട്. മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ വിജയിക്കുവാനുള്ള ചുവടുകൾ വയ്ക്കുവാൻ ഒരു പക്ഷേ ഈ ദിവസമായിരിക്കും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതെ, ഈ ദിവസം ഇതെൻ്റെ ദിവസമാണ്. അറിയുക. ഉണർന്നെഴുന്നേൽക്കുക. വിശേഷമായ ഒരനുഭൂതിയോടുകൂടി, വിശേഷമായ ആ ആത്മവിശ്വാസത്തോടുകൂടി പ്രഭാതത്തെ വരവേൽക്കുക. അതെ, ആത്മബന്ധു, ഈ ദിവസം നമ്മുടേതാണ്. ഈ ദിവസം നിങ്ങളുടേതാണ്. ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ.